അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്കുൾപ്പെടെ ഒരുപാട് ആൾക്കാർക്കും അനുഭവം കിട്ടിയ ഒരു സൂറത്തിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും തന്നെ നടന്നു കിട്ടും. ഈ സൂറത്തിന് അത്രയ്ക്കുമുണ്ട് പവർ. ആരെങ്കിലും ഈ സൂറത്തിനെ 100 വട്ടം ഓതിയാൽ അള്ളാഹു അയാളുടെ കൽബിൽ ഇസ്മുൽ അഅ്ലം ഇട്ടുകൊടുക്കും. അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് ഒരാൾ 1000 തവണ ഓതിയാൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കത്തിൽ കാണാതെ അയാൾ മരണപ്പെടുകയില്ല. ഒരു യാത്രക്കാരൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ സൂറത്തിനെ ഓതിയാൽ സുരക്ഷിതനായി തിരിച്ചെത്തും. സത്യസന്ധനായി ജീവിക്കാൻ നിനക്ക് കൊതിയുണ്ടെങ്കിൽ ഈ സൂറത്തിനെ പതിവാക്കുക. ഈ സൂറത്തിനെ 36 തവണ വെള്ളത്തിൽ ഓതി ആ വെള്ളം പുതുവസ്ത്രത്തിൽ കുടഞ്ഞാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് ആഹാരം വിശാലമാകും. സുബഹി നിസ്കാര ശേഷം ആരെങ്കിലും ഈ സൂറത്ത് 7 വട്ടം ഓതിയാൽ അയാളുടെ സകല പ്രശ്നങ്ങളും അള്ളാഹു നീക്കും. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്നതാണ്. രോഗമുള്ളവർ ഓതിയാൽ അവർക്ക് ശിഫ കിട്ടും. ഒളൂഇന് ശേഷം ആരെങ്കിലും ഈ സൂറത്ത് പതിവാക്കിയാൽ അവൻ്റെ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി ഏതാണ് സൂറത്ത് എന്നറിയണ്ടേ? എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. സൂറത്തുൽ ഖദർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ഓതിയാൽ ശൈത്താൻ ഓടിപ്പോകും. സൂറത്തുൽ ഖദറിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിൽ കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സൂറത്തുൽ ഖദർ ഒരു പ്രാവശ്യം ഓതിയാൽ മതി. അത് ഉറപ്പായിട്ടും ആ കാര്യം നമുക്ക് സാധിച്ചു കിട്ടും. നമ്മൾ ഏതൊരു സൂറത്ത് നിക്കറും ചൊല്ലിയാൽ നമ്മൾ ആദ്യമേ ഒളു എടുത്ത് വേണം ചൊല്ലാൻ. ഒളു എടുത്ത് ശുദ്ധിയായി കിബ്ലയ്ക്കു നേരെ തിരിഞ്ഞ് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.